പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. കപ്പലും കപ്പിത്താനുമാണ് ഈ പ്രതിഷേധത്തിലെ പ്രമേയം. ഈശ്വര, ഇങ്ങനൊരു കാഴ്ച ഞാൻ ആദ്യമായിട്ട് കാണുക. ഈ കപ്പൽ ആടി ഉലയുകയില്ല, ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട് എന്ന വീണ ജോർജിന്റെ ശ്രദ്ധിക്കപ്പെട്ട പരാമർശം. എന്റെ ഭയം ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നോക്കിക്കോളൂ. ഈ കപ്പൽ ആടി ഉലയുകയാണ്. എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. പക്ഷേ അത് നിങ്ങളുടെ ദുസ്വപ്നമാണ്. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. അത് ഇപ്പോൾ പല ദിവസങ്ങളിലും ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ട്രോളായി കൂടി മാറുകയാണ്. ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് മാത്രം എന്തിന്റെ കുഴപ്പം? ഇപ്പോൾ അത് പ്രമേയമാക്കിയാണ് പത്തനംതിട്ടയിൽ വീണ ജോർജിന്റെ സ്വന്തം നാട്ടിൽ യൂത്ത് കോൺഗ്രസുകാർ പ്രതിഷേധിക്കുന്നത്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം. മുഖാവരണം വെച്ച രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, അതിലൊന്ന് പിണറായി വിജയന്റെയും ഒന്ന് വീണ ജോർജിന്റെയും. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ കപ്പൽ പ്രതിഷേധവുമായി നഗര പ്രദർശനത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. എന്താണ് ആലോചിക്കുന്നത്? ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. എന്തിന്? ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാം. കപ്പലിൽ ഒരു വശത്ത് മുഖ്യമന്ത്രിയെയും മറുവശത്ത് ആരോഗ്യമന്ത്രിയെയും ചിത്രീകരിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതീകാത്മക പ്രതിഷേധം. ആരോഗ്യമന്ത്രി വന്ന് വെട്ടിയിട്ടതോ തള്ളിയിട്ടതോ അത്തരത്തിലുള്ള സംഭവം നിർഭാഗ്യകരമാണ്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. മന്ത്രിമാർ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് പാർട്ടി നിലപാട്. ആസൂത്രിത പ്രചരണങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടിയെന്ന് പ്രഖ്യാപിച്ചു ഡിവൈഎഫ്ഐ. സമരം ചെയ്യാനും അലമുണ്ടാക്കാനും അല്ലാതെ വേറൊരു പണി ഞങ്ങൾക്കറിയില്ല. കൃത്യമായ ഒരു പദ്ധതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് കനകോലുവിന്റെ ഇലക്ഷൻ തന്ത്രമൊന്നും കേരളത്തിൽ ഏസാൻ വേണ്ടി പോകുന്നില്ല. എനിക്കാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഗംഗാധരനല്ലേ കടപ്പുറം. ഈ ഗവൺമെന്റ് ഭാഗമായി നിൽക്കുന്ന ആളുകളെയെല്ലാം ആക്രമിക്കാനാണ് പുറപ്പെടുന്നതെങ്കിൽ പ്രതിപക്ഷ MLA-മാർക്ക് ഓഫീസുണ്ട്, അവർക്ക് വീടുമുണ്ട്. ഭയങ്കരമായ ആള് അവരുടെ സ്വന്തം ജില്ലയിൽ നടത്താനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനം. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ കപ്പൽ നഗരം ചുറ്റി പ്രദർശനം നടത്തുകയാണ്. റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ.